വിഷയം ഡൈവേർട്ട് ചെയ്യുകയാണ്. അറിയാതെങ്കിലും നരേന്ദ്രമോദിയുടെ ചെയ്തികളെ ന്യായീകരിക്കുകയാണ്. ദയവിധ ചർച്ചയ്ക്കകത്തേക്ക് അത് കൊണ്ടുപോകരുത്. നമ്മൾ കാണേണ്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ മാറ്റം ഇന്ത്യ രാജ്യത്തുടനീളമുണ്ട്. നമുക്കറിയാം കാർഷിക മേഖലയിലാണ് ഈ പണി ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തത്. അതിന്റെ ഇമ്പാക്ട് എന്താണ്? ഇവർക്ക് കിട്ടുന്ന കൂലി അതിന് സമാനമായിക്കൊണ്ട് ഈ 100 ദിവസം കഴിഞ്ഞാലും കാർഷിക മേഖലയിൽ ജോലി കിട്ടുകയാണ് ഇവർക്ക്. ഒരിക്കൽ പോലും ജോലിക്ക് വരാൻ തയ്യാറാവാത്ത ആളുകൾക്ക് സർക്കാർ ഒരു പണി കൊടുത്തപ്പോൾ പദ്ധതിയിലൂടെ അവകാശമാക്കി, ഔദാര്യമല്ല അവകാശമാക്കി ജോലി കൊടുത്തപ്പോൾ 100-ന് പിന്നീട് വരുന്ന 265 ദിവസത്തിൽ ഭൂരിപക്ഷം ദിവസവും കാർഷിക മേഖലയിൽ ഇവർക്ക് തൊഴിൽ കിട്ടുകയാണ്. ഇത് ഗ്രാമസഭയിലൂടെ കിട്ടിയ തൊഴിൽ അവസാനിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ ഇനി തൊഴിലില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ വരുമാനം തന്നെ അവസാനിക്കാൻ പോവുകയാണ്. കാർഷിക മേഖലയിൽ ഇവർക്ക് ഇനി പണിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന ഈ തൊഴിലാളികളുടെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്ന തുല്യമാണ്. രണ്ടാമത്തത് ഈക്വാലിറ്റി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ വിട്, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയതിന്റെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇന്ത്യ ഗ്രാമങ്ങളിൽ കാണാം. അവിടെ സ്ത്രീയും പുരുഷനും ഒരേ വേജിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ മറ്റെവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. സർക്കാർ ഉദ്യോഗം വിട്ടേക്ക്, പ്രൈവറ്റ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലിക്ക് കൂലി ഏറ്റവും താഴെയാണ്. ഇവിടെ ഈക്വലായ തുല്യമായ വരുമാനം കൊടുക്കുന്നു. അവസാനിക്കാൻ പോവുകയല്ലേ? ഈ സ്ത്രീകൾ പുറത്തു വന്ന് ഈക്വലായി നിൽക്കുന്ന ഈ സാഹചര്യം അവസാനിക്കാൻ പോകുന്നു. പിന്നീട് ഈ കാർഷിക മേഖലയിലെ തൊഴിലവസരം അവസാനിച്ചു കഴിഞ്ഞാൽ ഇവർ വീണ്ടും എവിടേക്ക് പോകും? അതിൽ കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്കിൽഡായ ആളുകൾ, അല്ലെങ്കിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ആളുകൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കൊക്കെ തിരിച്ചു പോകും. അപ്പോൾ നേരത്തെ തൊഴിൽ വന്ന ഒരു ഗ്രാമത്തിൽ ഇപ്പൊ ഞാനൊക്കെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. എന്റെ വാർഡിൽ 118 തൊഴിലാളികളുണ്ടായിരുന്നു. ഈ 118 പേരും നേരത്തെ തൊഴിൽ ചെയ്യാത്ത ആളുകളായിരുന്നു, അല്ലെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും. അവരൊക്കെ തിരിച്ചു പോകും, അവർ ഈ ജോലി നിർത്തും, അവസാനിപ്പിക്കുകയും പോകും. അതിന്റെ ഇമ്പാക്ട് എവിടെ കിട്ടും? ആ ഇമ്പാക്ട് നേരെ ആകാൻ പോകുന്ന ഗ്രാമത്തിനകത്തേക്കാണ്. ഇപ്പൊ എന്റെ ഗ്രാമത്തിനകത്ത് 3 വാർഡുകളുടെ സംയോജന സ്ഥലമാണ്. ആ വാർഡിനകത്ത് സാധാരണക്കാരായ ആളുകൾ അവരുടെ പൈസ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ വിനിയോഗിക്കപ്പെടുന്നത് ബാങ്കിലെ ഡെപ്പോസിറ്റ് ആയിട്ടല്ല. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്ക്, അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, അവരുടെ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മാർക്കറ്റിനകത്തേക്കാണ് ഈ പൈസ. ഒരു ഗ്രാമത്തിൽ 10-15 കോടി രൂപ ഒരു വർഷത്തിനകത്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ക്രയവിക്രയമുണ്ട്. ആ ക്രയവിക്രയത്തിലൂടെ വരുന്ന സാമ്പത്തികമായ പണത്തിന്റെ ഒഴുക്ക് അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ അവസാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എവിടെ പോകും? നമ്മുടെ ഗ്രാമീണ തലത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഇന്നലെ വരെ കഴിഞ്ഞ 10-15 വർഷമായി കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന നിലവാരം നേരെ താഴോട്ട് പോകും. പിന്നീട് എന്താവും? ഈ പദ്ധതി സാവകാശം ഇല്ലാതായി പോകും. എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മൾക്കറിയാം, വളരെ കുറച്ച് സംസ്ഥാനം, ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഹിമാചൽ ഉൾപ്പെടെ വളരെ കുറച്ച് സ്ഥലത്താണ് 90% നിലനിൽക്കുക എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം സ്റ്റേറ്റിൽ, പ്രത്യേകിച്ചും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്കകത്ത് നിന്നൊക്കെ ഈ പദ്ധതി തന്നെ എടുക്കപ്പെട്ടു പോകും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ, നമ്മൾക്കറിയാം, ഒരു ജോലി തുടർച്ചയായി ചെല്ലുന്നതിന്റെ അവകാശമായ തൊഴിൽ ഓരോ ദിവസവും ഗ്രാമസഭയിൽ പോയി അവൻ തൊഴിൽ അപേക്ഷിച്ച് 15-ാമത്തെ ദിവസം പണി കിട്ടി, 14 ദിവസം മസ്റ്റർ റോളിൽ ഒപ്പുവെച്ച് ഫോട്ടോ എടുത്ത് ജോലി കിട്ടി അവന്റെ അവകാശമാക്കിക്കൊണ്ട് കിട്ടുന്ന സാധനം ഇല്ലാതായി കഴിഞ്ഞാൽ അവൻ പിന്നീട് ഈ തൊഴിൽ തന്നെ പുറകോട്ട് പോകും. അങ്ങനെ 4-5 വർഷം കൊണ്ട് ഈ പദ്ധതി തന്നെ അവസാനിച്ചു പോകും. പിന്നീട് ഈ പദ്ധതി ഉണ്ടാവില്ല. പദ്ധതി ഇല്ലാത്തതിന്റെ ഗുണമാണ് ആർക്ക് കിട്ടാൻ പോകുന്നത്? നരേന്ദ്രമോദിക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഗാന്ധിയുടെ പേര് അറിയാതെങ്കിലും സാധാരണക്കാരൻ പറഞ്ഞ ഗാന്ധിയുടെ സ്വപ്നമായ, നമ്മൾക്കറിയാം, ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ സ്വപ്നമാണ് നടപ്പിലാക്കിയത്. വെറുതെ മഹാത്മാഗാന്ധിയുടെ പേരിട്ടതല്ല. ഗ്രാമത്തിനകത്തുള്ള അവിടെ സ്വയം പര്യാപ്തത എന്ന ഗാന്ധിജിയുടെ ലക്ഷ്യം നടപ്പിലാക്കിയ മഹത്തായ ഒരു പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേരുള്ളത്. ആ പേര് ഇനിയിപ്പം ഉച്ചരിക്കാൻ പോലും പറ്റാത്ത പേരിലേക്ക് ആക്കിക്കൊണ്ട് വളരെ ബോധപൂർവം ഈ പദ്ധതിയെ കൊല്ലുന്ന സമീപനമാണ് ആരെടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് പട്ടേലിനെ കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു കൊണ്ടുവന്ന് ഇതിന്റെ ഗൗരവം നഷ്ടപ്പെടുത്തരുത്.